ഹായ് ഫ്രണ്ട്സ്. ഒരു നല്ല ജെയിംസ് ബോണ്ട് സിനിമയൊക്കെ നമ്മൾ കാണുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ വാർത്തയ്ക്കകത്തെ ന്യൂസുകളും അതോടനുബന്ധിച്ചുള്ള വീഡിയോസ് എല്ലാം പുറത്തു വരുന്നത്. ഇന്ന് വാർത്താ മാധ്യമങ്ങൾ എല്ലാം യൂട്യൂബിലെ വീഡിയോസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇന്നലെ പൊട്ടിത്തെറിച്ച പേജറുകൾക്ക് പകരം ഇന്ന് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്ന ഏകദേശം 20 പേരോളം കൊല്ലപ്പെട്ടു. അതോടൊപ്പം ഏകദേശം 450 പേരോളം വളരെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ പരിശോധിച്ച് നോക്കാൻ നേരം കാണുന്നത് ഒരു കാറൊക്കെ നിന്ന് പൊട്ടുകയാണ്. ദാറ്റ് മീൻസ് ഒരു കാറൊക്കെ ഒരു ബിഗ് ബ്ലാസ്റ്റ് പൊട്ടുന്നല്ല, ഒരു വലിയ ബോംബ് പൊട്ടിയ ഒരു അവസ്ഥയിൽ ഒരു കാറൊക്കെ നിന്ന് കത്തിപ്പോകുന്നു. അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിനകത്തുനിന്ന് തീ വളരെ ഒരു ഗ്യാസൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ തീ ചെതറിപ്പോകുന്നു. ഒരു മൊബൈൽ ഷോപ്പ് നിന്ന് കത്തുന്നു. ഏകദേശം ഒരു എത്ര എക്സ്പ്ലോഷൻസാണ് നടന്നിരിക്കുന്നത്, എത്ര സ്ഫോടനങ്ങൾ നടന്നു എന്ന് കൃത്യമായി അറിയില്ല. എങ്കിൽ തന്നെ ഇന്നലെ ദാറ്റ് മീൻസ് 17-ാം തീയതി സെപ്റ്റംബറിൽ നടന്ന സ്ഫോടനം എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000-ഓളം പേജറുകൾ ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ പുതിയ വിവരങ്ങൾ വരുന്നത് ഏകദേശം അതിൻ്റെ ബാറ്ററിയോടൊപ്പം തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു അത്യാവശ്യം വെയിറ്റുള്ള എത്ര ഗ്രാമാണെന്നൊക്കെ ആരും നോക്കിയിട്ടില്ല, ഏകദേശം അനുമാനങ്ങൾ മാത്രമാണ്. അപ്പം ബാറ്ററിക്കൊപ്പം തന്നെ ഒരു ചെറിയ സ്വിച്ച് ഓണോടൊപ്പം ഒരു എക്സ്പ്ലോസീവ് മിലിറ്ററി ഒക്കെ ആർമിയൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ വളരെ സ്ഫോടനശേഷി, വളരെ അതിതീവ്രമായ സ്ഫോടനശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ചാണ് ആ സാധനത്തിനകത്ത് വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ നേരെ കറക്റ്റ് 24 മണിക്കൂർ തികയും മുന്നേ തന്നെ വാക്കി ടോക്കികൾ, നമുക്കറിയാം അത് VHF വാക്കി ടോക്കികൾ എന്നറിയപ്പെടുന്നത്, അത് വെരി ഹൈ ഫ്രീക്വൻസി വാക്കി ടോക്കികൾ. എനിക്ക് തോന്നുന്നത് 30 മുതൽ 300 മെഗാഹെർട്സ് വരെയുള്ള അതിൻ്റെ പവർ തീവ്രതയുള്ള വാക്കി ടോക്കികൾ. അത് ചെറിയ നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാറുണ്ട് ആൾക്കാർ ഓവർ എന്നൊക്കെ പറഞ്ഞ്. നമുക്കൊരു സിനിമയ്ക്കകത്ത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് കിങ് കോബ്ര എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ കേട്ടില്ലേ, കോബ്ര എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പോലീസുകാരൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് വാക്കി ടോക്കി. നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു ഇപ്പം വലിയ വലിയ കല്യാണങ്ങൾക്കൊക്കെ അതിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ സ്ഫോടനത്തിൽ ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ച് ഉണ്ടായ അപകടത്തിൽ ഏകദേശം 20 പേരോളാണ് മരിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ പുറത്ത് വരുന്നത് ഇന്നലെ പേജർ പൊട്ടിത്തെറിച്ച് മരിച്ച ഒരു അപകടത്തിന് 4 പേരുടെ ശവസംസ്കാര പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വീണ്ടും ഉഗ്രമായ ഒരു സ്ഫോടനം ഉണ്ടാകുകയും അവിടെ ആ ഇൻസിഡൻറ്റിൽ തന്നെ 3 പേര് മരിച്ചു വീഴുന്ന വീഡിയോസും ദാരുണമായ കാഴ്ചകളാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. യുദ്ധം അതിനിപ്പോൾ ആരൊക്കെ തമ്മിലാണെങ്കിലും മനുഷ്യന് നേരെ വാളോ തോക്കോ കത്തിയോ ഒക്കെ എടുക്കുന്നത് വളരെ അപലപനീയമായ കാര്യമാണ്. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിലും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആണെങ്കിലും ഇന്ത്യ ഇസ്രയേൽ പാലസ്തീനോ എന്തായാലും ആയിക്കോട്ടെ. ഏകദേശം 11 മാസത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം ആണ് നിലവിൽ ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിൽ, നമ്മുടെ ലോകത്തിൻ്റെ മധ്യഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 348 ദിവസം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ യുദ്ധം. ദാറ്റ് മീൻസ് ലോകത്തെ വളരെയധികം ആശങ്കയിൽ ആഴ്ത്തുന്നൊരു യുദ്ധമാണത്. കാരണം ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നത് അവർ പറയുന്നത് ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ് പറയുന്നത്. ഇസ്രയേലി പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ്, അങ്ങനെ ഉള്ള ആൾക്കാർ ഈ ഇറാൻ, ലെബനൻ എന്ന് എടുത്തു പറയാൻ പറ്റില്ല. കാരണം ലെബനൻ്റെ ഒരു മിലിഷ്യ ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള, ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, അത് വെസ്റ്റ് ബാങ്കിലൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. അതോടൊപ്പം സിറിയയുടെ നമ്മുടെ ഒരു റെജീം, അവിടെയാണ് സിറിയയിലൊക്കെയാണ് ഡമസ്കസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബോംബുകൾ ഇസ്രയേൽ തുടരെയായിട്ട് വർഷിക്കുന്നതും. ഡമസ്കസിൻ്റെ എയർപോർട്ടുകളും അവരുടെ പോർട്ടുകളൊക്കെ തകർക്കുന്ന ഒരുപാട് വീഡിയോസ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട്. എനിക്കൊന്ന് ഓപ്പറേഷൻ ഓർഷാഡ് എന്ന് പറഞ്ഞൊരു ഒരു ഇസ്രായേൽ ഓപ്പറേഷൻ നടത്തിയിരുന്നു. അത് സിറിയയുടെ ഡമസ്കസിൻ്റെ ഒരു വടക്ക് ഭാഗത്തായിരുന്നു. ഒരു ന്യൂക്ലിയർ റിയാക്ടർ നോർത്ത് കൊറിയയിൽ നിന്നും കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റോറീസൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ ഓർച്ചഡ്, അതിൻ്റെയൊക്കെ ഹിസ്റ്ററി വളരെ ത്രില്ലിങ് അടിപ്പിക്കുന്ന ഒരു ഓപ്പറേഷൻസാണ് അതെല്ലാം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പൊട്ടിത്തെറിക്കപ്പെട്ട വോക്കി ടോക്കി ഒരു ജാപ്പനീസ് കമ്പനിയെ ഐക്കോം എന്ന ഒരു കമ്പനി നിർമ്മിച്ചാണെന്നാണ് പറയുന്നത്. പക്ഷേ കമ്പനി പറയുന്നത് 2014 തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിർത്തിപ്പോയ ഒരു കമ്പനിയാണെന്നും പറയുന്നു. ദാറ്റ് മീൻസ് അവരങ്ങനെ ഒരു ഉൽപ്പാദനമേ നടത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് 5 മാസം മുമ്പ് ഹിസ്ബുള്ള മേടിച്ച ഈ പേജറുകളും ഈ വാക്കി ടോക്കികളും അവരുടെ കയ്യിലെത്തുന്നതും അത് തുടരെയായിട്ട് പൊട്ടിത്തെറിക്കുന്നതും? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്താണ് ഈ ലെബനനുമായിട്ടുള്ള ബോർഡർ.
അവിടുന്ന് ഏകദേശം 60,000-നും 80,000-നും ഇടയ്ക്ക് ആളുകളെ, കാരണം ഇതൊരു വലിയ പോപ്പുലേറ്റഡ് രാജ്യമൊന്നുമല്ല, വളരെ ചെറിയ പോപ്പുലേഷനുള്ള രാജ്യമാണ്, വളരെ ചെറിയ രാജ്യമാണ്. എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ ഒരു 1/3 അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളമൊക്കെ തന്നെ വലിപ്പം മുഴത്തേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ ഭാഗങ്ങളും ഈ മരുഭൂമിയായിട്ടും ബാക്കി കൃഷിഭൂമികളൊക്കെ ആയിട്ട് വളരെ ഒരു ചെറിയ രാജ്യമാണ്. അപ്പോൾ അതിനകത്ത് 80,000 പേര് അവരുടെ വീട് വിട്ട് ഇറങ്ങി വേറെ സ്ഥലങ്ങളിൽ ഹോട്ടലുകളിലും അഭയാർത്ഥികളെ പോലെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മലയാളത്തിൽ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഇസ്രായേൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു, ഈ കൊടിയിറക്കപ്പെട്ട വ്യക്തികളെ സെക്യൂരിറ്റിയോടുകൂടി അവർക്ക് അവിടെ ജീവിതത്തിന് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, പുള്ളിക്കാരൻ ഒരു ഫാർ റൈറ്റ് വ്യക്തിയാണ്, ഈ യോവ് ഗാലൻ എന്ന വ്യക്തി, ഒരു യുദ്ധക്കൊതി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം എന്ന പോലത്തെ ഒരു വ്യക്തിയാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായും അദ്ദേഹത്തെ ഒരു യുദ്ധക്കൊതി എന്നേ പറയത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് വാർ ഈസ് മൂവിങ് ടുവേർഡ്സ് നോർത്ത്. അതായത് ഇസ്രായേലിൻ്റെ സൗത്ത് ഭാഗമാണ് ഈ ഗാസ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് മുതലായ കാര്യങ്ങൾ. ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. മീൻസ് ഗാസയിൽ പോയിട്ടുണ്ടെന്നല്ല, ഗാസ ബോർഡർ വഴിയും വെസ്റ്റ് ബാങ്ക് വഴിയൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ്. ജെറുസലേമിലേക്ക് ഒരുപാട് വട്ടം സന്ദർശിച്ചിട്ടുണ്ട്. ടെലവീവും ഹൈഫയും ഇസ്രായേലിൻ്റെ നോർത്ത് പാർട്ടൊക്കെ അറിയാം, കാരണം എല്ലാത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ യുദ്ധം, ഹമാസുമായിട്ടുള്ള യുദ്ധം ഏറെക്കുറെ തീർന്നു എന്നൊരവസ്ഥയാണ്. കാര്യം പറഞ്ഞാൽ അവരുടെ 100-ലധികം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലാണ്. യഹിയ സിൻവാർ എന്ന ഇപ്പോൾ പുതിയതായിട്ട് ഇസ്മായിൽ ഹനിയുടെ മർഡറിന് ശേഷം പുതിയ ആൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഇസ്രായേലിൻ്റെ ഏറ്റവും കീ ടാർഗറ്റ്, അല്ലെങ്കിൽ ഒരു പ്രൈം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവർ വധിക്കാൻ വെച്ചിരിക്കുന്ന, അറക്കുവാനുള്ള ഒരു ആടെന്ന് പറഞ്ഞാൽ ഈ യഹിയ സിൻവാറാണ്. അദ്ദേഹം ഒരുപാട് വർഷത്തോളം ഇസ്രായേലിൽ ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു ഇസ്രായേലി സോൾജറിന് വേണ്ടിയിട്ടുള്ള, ഒരു പട്ടാളക്കാരന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ദി എക്സ്ചേഞ്ചിനകത്ത്, പ്രിസണർ എക്സ്ചേഞ്ചിനകത്ത് അദ്ദേഹം വന്നൊരു വ്യക്തിയാണ് യഹിയ സിൻവാർ. ഈ ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ യഹിയ സിൻവാർ ആണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. എനിവേ അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹമാണ് ഇവരുടെ കീ ടാർഗറ്റ്. ആ ടാർഗറ്റ് പോലും നിലവിൽ അവിടെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ളയായിട്ടുള്ള യുദ്ധത്തിലേക്ക്, ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, ലെബാനനുമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ മാറാൻ പോകുന്നത്. അതിൻ്റെ എല്ലാവിധ സൂചനകളും ഉണ്ട്. കാരണം ഇപ്പോൾ തുടരെയായിട്ട് 2 ദിവസം കൊണ്ട് ഈ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം, ഇന്നലെ ഏകദേശം 11 പേരോടാണ് മരിച്ചത്, 11-12. അതിൻ്റെ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കും. കാരണം 400 പേര് ക്രിട്ടിക്കലി ഇഞ്ചേർഡാണ്. കാരണം നമ്മളിപ്പോൾ പറയുന്ന ന്യൂസിന് അത്ര ക്രെഡിബിലിറ്റി വരാത്തതിൻ്റെ കാര്യം ഈ ഇഞ്ചുറിയുടെ കണക്കുകൾ ഒരു ഹിസ്ബുള്ള പോലത്തെ ഒരു സംഘടന ഭരിക്കുന്ന രാജ്യത്തുനിന്നും എത്രത്തോളം ക്രെഡിബിളായിട്ടുള്ള ന്യൂസുകൾ വരും എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ റോയിറ്റേഴ്സിൻ്റെയും BBC-യുടെയും CNN-ൻ്റെ ഒക്കെ ന്യൂസുകൾ, അല്ല ഫോക്സ് ന്യൂസിൻ്റെ ചാനൽ അൽ ജസീറ, നമ്മളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഏകദേശം ഒരു ധാരണ കിട്ടത്തുള്ളൂ. അതോടൊപ്പം അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർജൻ പറഞ്ഞത്, ഈ വന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരോ അല്ലെങ്കിൽ മരിച്ചവരോ 99% വളരെ യൗവനക്കാരായ ആണുങ്ങളാണ്. മെയിലാണ് മുഴുവൻ ഈ പേഷ്യൻസും. വളരെ റെയറായിട്ടാണ് 1-2 അല്ലെങ്കിൽ 10 താഴെയൊക്കെ ഉള്ളൂ ഫീമെയിൽസിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. അപ്പം ഇസ്രായേൽ ഇവരുടെ ഈ ഫോൺ ട്രേസ് ചെയ്ത് ഓൾറെഡി 2016 ഒരു തീവ്രവാദിയെ കൊന്നിട്ടുണ്ട്. അവരുടെ ടെക്നോളജി, മൊസാദിൻ്റെ ടെക്നോളജി അത്രയധികം അവരുടെ GPS ട്രാക്ക് ചെയ്ത് കറക്റ്റ് പൊസിഷൻ ബോംബിട്ട് അല്ലെങ്കിൽ മിസൈൽ അയച്ച് അല്ലെങ്കിൽ ഡ്രോൺ വഴി അവരെ ആക്രമിച്ച് കൊല്ലപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ വാക്കി ടോക്കികളും ഈ പറഞ്ഞ പേജറുകളെല്ലാം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ലെബാനോനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് ഒരു ക്യാമറ പോലും കാണുമ്പോൾ പേടിയാണ്. അപ്പം ഒരു BBC-യുടെ റിപ്പോർട്ടർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫോൺ പോലും അവർ താഴെ എടുത്ത് മാറ്റാനാണ് പറയുന്നത്. കാരണം അവർക്ക് പേടിയായി പോവാം. ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഫോണോ TVയോ റേഡിയോയോ എല്ലാം ഒരു സാധനം അവർക്ക് യൂസ് ചെയ്യാൻ പേടിയായി മാറി. അത് ഇമോഷണലി, ഞാൻ ഇന്നലത്തെ വീഡിയോ ഓൾറെഡി പറഞ്ഞിരുന്നു, അവർ സൈക്കോളജിക്കലി അവരുടെ സംഭവം തകർന്നത്. ഏകദേശം 90ഓളം ആശുപത്രികൾ 100% ഫിൽഡാണ്. 90 ആശുപത്രി ഫുള്ളായിട്ട് ഫില്ലാകുക എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഇഞ്ചുവേർഡ് ആയിരിക്കുന്ന ആൾക്കാരെ കണ്ടാണ് ഈ ആശുപത്രികളെല്ലാം ഫില്ലായിരിക്കുന്നത്. അപ്പം തീർച്ചയായും ഈ ഒരു സിസ്റ്റം പോവുകയാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണും, നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടതിന് പറഞ്ഞാൽ ഭീതി തോന്നുന്നൊരു കാര്യമാണ്. ഓഫ് കോഴ്സ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ വ്യൂവിൽ ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ യുദ്ധം ഒരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമുള്ളതല്ല എങ്കിൽ തന്നെ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം അവരുടെ എക്സിസ്റ്റൻസിന് ത്രെട്ടായി നിൽക്കുന്ന
ബാക്കിയുള്ള തീവ്രവാദ സംഘടനകളെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളെയോ ഓഫ് കോഴ്സ് അടിച്ചമർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററി 6 Day War പോലത്തെ അവരുടെ 6 ദിവസ യുദ്ധത്തിലും അവരുടെ ആ തലച്ചോറിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം 4 or 5 രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അത് അവരുടെ മിടുക്ക് കൊണ്ടാണോ അത് അവരുടെ ഭാഗ്യം കൊണ്ടാണോ, എനിവേ അവരിതുവരെയും അതിനെയെല്ലാം സർവൈവ് ചെയ്തു. ഇനിയും ആ രാജ്യം അവരുടെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ ഒരടി ഇങ്ങോട്ട് കിട്ടുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവർ തിരിച്ചാക്രമിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയില്ല. എത്രത്തോളം വലിയൊരു റീജിയണൽ വാറിലേക്ക് ഇത് പോകുമെന്നും അറിയില്ല. എനിവേ യുദ്ധങ്ങളെല്ലാം സമാധാനമായി അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും നിലവിലെ സാഹചര്യം വെച്ച് ഇത് എത്രത്തോളം സമാധാനമായി പോകുമെന്നൊന്നും അറിയില്ല. എനിവേ താങ്ക് യു വെരി മച്ച്. ബൈ.